അസ്സാം വലൈക്കും എവരി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് വീറ്റ് ഫ്ലോർ കൊണ്ട് ഉണ്ടാക്കിയ ഒരു ചിക്കൻ കേക്ക് റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. നല്ല ടേസ്റ്റി ആയിരുന്നു. ഈ വീറ്റ് ഫ്ലോർ കൊണ്ട് ഉണ്ടാക്കിയിട്ട് ഒട്ടും ഡിഫറൻസ് വന്നില്ല മൈദയിൽ നിന്ന്. ഈ ഒരു ജാർ എടുക്കുക, അതിൽ മുട്ട ആഡ് ചെയ്യുക, ഒരു മുട്ട, പിന്നെ 1.5 കപ്പ് വീറ്റ് ഫ്ലോർ ചേർത്ത് കൊടുക്കാം. അതുപോലെ ഈ വീറ്റ് ഫ്ലോർ എന്ന് പറഞ്ഞാൽ ഹോൾ ഗ്രെയിൻ വീറ്റ് ഫ്ലോർ ആണ്, നന്നായിട്ട് തവിടുള്ളതാണ്. പിന്നെ 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 കപ്പ് ഓയിലും ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ പീസ് സവാള അല്ലെങ്കിൽ ചെറിയ ഉള്ളി ഒരു 4 എണ്ണം, ഒരു ബഞ്ച് മല്ലിയില, ഒരു പച്ചമുളക്, പിന്നെ 1 ടീസ്പൂൺ വലിയ ജീരകം, പിന്നെ ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. എന്നിട്ട് കട്ടി കൂടുതലായിട്ട് തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യുക, ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. ശേഷം ഒരു പാന് ചൂടാക്കിയിട്ട് ബട്ടറോ അല്ലെങ്കിൽ റിഫൈൻഡ് ഓയിലോ നന്നായിട്ട് പാന് മൊത്തം കോട്ട് ചെയ്ത് കൊടുക്കുക. ശേഷം ഇത് ഒരു ലെയർ ഒഴിച്ചു കൊടുക്കുക. ഫ്ലെയിം സിമ്മിലാക്കിയിട്ടാണ് കേട്ടോ ഇത് ചെയ്യേണ്ടത്. എന്ത് മസാല വേണമെങ്കിലും നമുക്ക് കോട്ട് ചെയ്യാം. ഇത് ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു മസാലയാണ്, ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം ഇതിൻ്റെ ലിങ്ക്. ഇത് ഇട്ട് കൊടുക്കാം. നമുക്ക് നമ്മുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഒരു കോട്ടിങ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 3rd കോട്ടിംഗ് ആയിട്ട് നമ്മൾ ആൾറെഡി അരച്ച് വെച്ച മാവ് ഒന്നുകൂടെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം. അടി കട്ടിയുള്ള നോൺ സ്റ്റിക്ക് പാൻ ആണെങ്കിൽ നന്നായിട്ട് കുക്കായി കിട്ടും. ഇനി അതല്ല, അടി കട്ടി ഇല്ലാത്തതാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, അടിയിൽ ഒരു പാന് വെച്ച് കൊടുക്കണം, അതിന് മുകളിൽ ഇത് വെച്ച് കൊടുക്കണം. ശേഷം എന്ത് ചെയ്യുക, നമുക്ക് അടച്ചു വെക്കാം. നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി മല്ലിയില ചുമ്മാ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു 20 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ എൻ്റെ നടുഭാഗം ചെറുതായിട്ട് കുക്കായിട്ടില്ല, അപ്പോൾ ഞാൻ കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശമൊക്കെ ഒന്ന് കുക്കായി. അപ്പോൾ ഇത് ഞാൻ എന്ത് ചെയ്തു, മറ്റൊരു പാൻ എടുത്തിട്ട് അതിൽ എണ്ണ തൂവി കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യുക, ഇത് മറിച്ചിട്ട് കൊടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. മുകൾ ഭാഗം തീരെ കുക്കാവാണ്ട് മറിച്ചിട്ട് ചിലപ്പോൾ ഷേപ്പൊക്കെ മാറിപ്പോയെന്ന് വരാം. അപ്പോൾ മുകൾ ഭാഗം ഏകദേശം ഒന്ന് കുക്കായതിന് ശേഷം മാത്രം മറിച്ചിട്ട് കൊടുത്താൽ മതി. മറിച്ചിട്ട ശേഷം ഒരു 3-4 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ഇതൊരു പ്ലേറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. ഇത് ഗോതമ്പ് പൊടി കൊണ്ടും മൈദ കൊണ്ടും ഒക്കെ ഉണ്ടാക്കാവുന്നതാണ്. ഞാൻ ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കിയെന്ന് വെച്ചിട്ട് ടേസ്റ്റിന് പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നും വന്നില്ല. കളറിൽ ചെറിയൊരു വ്യത്യാസം വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് നമുക്ക് വെറും വെജിറ്റബിൾസ് ഇട്ടിട്ടൊക്കെ ഉണ്ടാക്കാം. ഇവിടെ ഞാൻ ചിക്കനും ക്യാബേജും ഉരുളക്കിഴങ്ങും ക്യാരറ്റൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരു മസാലയാണ് ഇതിനുള്ളിൽ ഫില്ല് ചെയ്തിട്ടുള്ളത്. നല്ല ടേസ്റ്റിയാണ്. വളരെ പെട്ടെന്ന്, അതായത് 20 മിനിറ്റ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യുക, കുക്ക് ചെയ്ത് കിട്ടുന്ന വളരെ സുഖമായിട്ട് ഗസ്റ്റുകൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ. എണ്ണയിൽ പൊരിച്ച് കോരുകയോ അല്ലെങ്കിൽ പരത്തുകയോ കുഴക്കുകയോ ഒന്നും വേണ്ട. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.